ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ്. സച്ചിയാണെങ്കിൽ രാത്രി ഇങ്ങനെ പാട്ട് പാടുകയാണ്, നല്ല അതിമനോഹരമായ പാട്ട്. ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, സച്ചിയേട്ടാ എന്താ ഇത്, എന്തും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ രേവതി, ഞാനൊരു പാട്ടിങ്ങനെ കേൾക്കുകയായിരുന്നേ. ആ സമയത്ത് എനിക്ക് ആ പാട്ട് പാടാനായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിങ്ങനെ പാടിയതാണ്. ഞാൻ പാടി കേൾപ്പിച്ചു തരട്ടെ? അയ്യോ വേണ്ട സച്ചിയേട്ടാ, ദേ എനിക്ക് ഒരു പാട്ടും കേൾക്കണ്ട. അതെന്താ രേവതി, ഞാൻ പാടുന്ന പാട്ട് നിനക്കിഷ്ടമല്ലേ? അയ്യോ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഹാളല്ലേ, ദേ മറ്റുള്ളവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഓടിപ്പാഞ്ഞു വരും. അതുകൊണ്ട് പാട്ടൊക്കെ നിർത്തിയല്ലേ സച്ചിയേട്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, രേവതി എനിക്ക് പാടണം, ദേ എനിക്കിപ്പേ നല്ല മൂഡാണ് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചെണീപ്പിച്ചിട്ട് കൈ പിടിച്ചൊന്ന് ഡാൻസ് കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സച്ചിയേട്ടാ എന്താ വിചാരം, ഇതേ നമ്മുടെ ബെഡ്റൂമല്ല, ഹാളാണ്, ഹാള്. അതുകൊണ്ടേ അതൊന്നും ആലോചിക്കണം. ആലോചിക്കാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് സച്ചിയേട്ടാ. ഓ പിന്നെ ഹാളാണെങ്കിലും ഈ സമയമാകുമ്പോൾ നമുക്കിത് ബെഡ്റൂമാ. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ പൊന്നു സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരുന്നുണ്ടേ, ചുമ്മിരുന്നോ എന്ന് പറയാനായിട്ട് അവിടെ ഇരിക്കുക. രേവതി, ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് 1,00,000 രൂപ കിട്ടിയിരിക്കുക. ആ സമയത്ത് സന്തോഷിക്കണ്ടേ? സന്തോഷിക്കേണ്ട നിമിഷമാണ് രേവതി. അതുകൊണ്ട് ഞാൻ പാടും, എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഞാൻ ആസ്വദിച്ച് പാടും രേവതി എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി വീണ്ടും നല്ലൊരു പാട്ട് പാടുകയാണ്. അപ്പോഴാണ് ചന്ദ്ര ഈ സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന് നോക്കുന്നത്. അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലിയും വരിക. അപ്പം നമ്മുടെ രേവതി ഈ ഒരു കാഴ്ച കാണുകയാണ്. സച്ചിയേട്ടാ അതേ അമ്മ ആര് വേണമെങ്കിലും വന്നോട്ടെ, ആര് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ അവിടെ നിന്ന് നോക്കി ആസ്വദിച്ചിട്ട് പോകട്ടെ. അപ്പം അമ്മ കാണാൻ വേണ്ടി തന്നെ രേവതിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സച്ചി പാട്ട് പാടുകയാണ്. ഇതുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലിയും വരികയാണ്. ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടഴിച്ച് പോവുകയാണ്. കണ്ടോ ഇപ്പൊ പോയില്ലേ? ഇങ്ങനെയാ കുശുമ്പ് മൂത്തട്ടാ വന്നിങ്ങനെ നോക്കുന്നത്. അവർക്കൊക്കെ ഇങ്ങനെ നോക്കാനല്ലേ പറ്റുള്ളൂ. സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ, ഞാനിപ്പേ വേറെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. വേറെ എന്ത് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്? നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു വിടുന്നത്? അതല്ല സച്ചിയേട്ടാ, നമുക്കേ 1,00,000 രൂപ കിട്ടിയില്ലേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിക്കണ്ടേ? അതെന്താ ആലോചിക്കാൻ? അച്ഛൻ പറഞ്ഞല്ലോ ആ റൂം കെട്ടാൻ വേണ്ടി ആ 1,00,000 രൂപ മാറ്റി വെക്കാന്നും. സച്ചിയേട്ടാ 1,00,000 രൂപ എടുത്ത് ഇപ്പം റൂം കെട്ടാനൊന്നും പറ്റില്ല. കാരണം ആ റൂം കെട്ടണമെങ്കിൽ ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും വേണം, എന്നാലേ നമുക്ക് ആ റൂം കെട്ടാൻ പറ്റുള്ളൂ. 1,00,000 രൂപ കൊണ്ട് നമ്മൾ റൂം കെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. അത് ശരിയല്ല സച്ചിയേട്ടാ. അതുകൊണ്ട് നമുക്ക് ഈ 6 ലക്ഷം രൂപയും ഉണ്ടാകട്ടെ, അതിനുശേഷം നമുക്ക് റൂം കെട്ടി പൂർത്തിയാക്കാം. രേവതി, ആ ഒരു കാര്യം പറഞ്ഞ സത്യം തന്നെയാ, നീ പറഞ്ഞതാണ് ശരി. നമുക്ക് മുഴുവനും പൈസ കിട്ടിയതിന് ശേഷം റൂം കെട്ടിയാൽ മതി, അപ്പോൾ തൃപ്തിയാകും നമുക്ക് എന്നിങ്ങനെ പറയുക. അതുകൊണ്ട് ഈ 1,00,000 രൂപ നമുക്ക് മാറ്റിയിടാം സച്ചിയേട്ടാ, അതായിരിക്കും നല്ലത്. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എനിക്ക് ഇനി ആ റൂം കെട്ടാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കിടന്നുറങ്ങാനുള്ള ശ്രമത്തിലാണ്. സച്ചിയേട്ടാ എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു റൂം, അതിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. എന്നാലേ എനിക്കിനി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ സച്ചിയേട്ടാ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ രേവതിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട്, രേവതി നിന്റെ ആഗ്രഹം നടക്കും. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സ്വന്തമായിട്ട് കെട്ടിയ റൂമിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരവസരം ഞാൻ ഉണ്ടാക്കി തരും രേവതി എന്നിങ്ങനെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഓരോരോ ജോലികൾ ചെയ്യുന്നു. ആ സമയത്ത് ശ്രുതി ഓടി വരികയാണ്. അമ്മേ, അച്ഛാ, ശ്രുതി ഓടി വാ, ഓടി വാ എന്ന് വിളിച്ചുകൊണ്ട്. ഇവനെന്താ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാകുന്നൊക്കെ വിചാരിച്ച് ചന്ദ്രയും പുറകെ പിന്നാലെ വരിക. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ 3-4 കവറുകളും ഉണ്ട്. അപ്പോൾ ശ്രുതി ഓടി ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്താ ശ്രുതി, എന്തെങ്കിലും വിളിച്ചു പോകുന്നത്? ഇതെന്താ കവർ മുഴുവനും? ശ്രുതി ഷോപ്പിങ്ങിന് പോയോ? അതേ ശ്രുതി, ഞാൻ ഷോപ്പിങ്ങിന് പോയല്ലോ. അത് കൊള്ളാം, എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് വരില്ലായിരുന്നോ? നീ ഷോപ്പിങ്ങിന് വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? നിന്നെ കൊണ്ടുപോകാതിരുന്നേലേ ഒരു കാരണമുണ്ട് ശ്രുതി. നിനക്ക് നീ വന്നാൽ നിനക്ക് എനിക്ക് സർപ്രൈസ് തരാനായിട്ട് പറ്റില്ലല്ലോ.
സർപ്രൈസോ? അതേന്നേ, സർപ്രൈസ് തന്നെയാണ്. ദേ, നിനക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എന്തൊക്കെയോ ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എന്തോ ഫോൾട്ടായിട്ട് അതൊന്ന് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്ത് സർപ്രൈസാണ്? കാണിച്ചു തരാന്നേ പറഞ്ഞ് ആ കവറിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താ സുധി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോക്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു അടിപൊളി സ്വർണ്ണ നെക്ലസാ. ഇത് കണ്ട ശ്രുതിയാണെങ്കിൽ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ദേ നെക്ലസ്, ദേ ഉറപ്പായിട്ടും ഇത് എനിക്ക് തന്നെ മേടിച്ചാണോ? പിന്നെ നിനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും മേടിച്ചാണോ ശ്രുതി? ഇത് നിനക്ക് തന്നെ മേടിച്ചാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ശ്രുതി അവിടെ കൊള്ളിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെയാണ് ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ചെയ്യുന്നത്. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷേ ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ട്. അവര് ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്നും മേടിച്ചു കൊടുക്കില്ല. അവരുടെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി ഹലുവ മേടിച്ചു കൊടുക്കും. ഇത് കേട്ട രേവതിയാണെങ്കിൽ മതി, എനിക്ക് ഹലുവ മതിയെന്നേ. ദേ, വാങ്ങിച്ചു കൊടുക്കുന്ന സമ്മാനത്തിന്റെ മൂല്യമല്ല നോക്കുന്നത്. വാങ്ങിച്ചു കൊടുക്കുന്ന സമ്മാനത്തിന്റെ വിലയല്ല നോക്കുന്നത്, അതിന്റെ മൂല്യമാണ് നോക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. സച്ചേട്ടന് ഓരോ കാര്യങ്ങളും മേടിച്ചു തരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ മൂല്യമുണ്ട്, സ്നേഹമുണ്ട്. ആഡംബരത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഈ രേവതി പറഞ്ഞത് തന്നെയാണ്. സച്ചേട്ടൻ എനിക്കെല്ലാം മേടിച്ചു തരും. അത് ഞാൻ ഇടുകയും ചെയ്തു, അധികം താമസിയാതെ തന്നെ. ഇത് കേട്ട ശ്രുതിയാണെങ്കിലോ പിന്നെ നടന്നാ മതി. അപ്പരെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നീ കുറേ നാളായല്ലോ ഇങ്ങനെ പറയുന്നു, എന്നിട്ട് ഒന്നും നടന്നു കണ്ടില്ലല്ലോ. അയ്യോ നടക്കൂടി, നീ അതിനെക്കുറിച്ച് ഓർത്തിട്ടെ ചുമ്മാ വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നീ ആദ്യമേ നിന്റെ ഭർത്താവിൻ്റെ കാര്യം നോക്ക് എന്ന് പറയാ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ നെക്ലസ് കൊണ്ട് ചന്ദ്രയെ കാണിച്ചു. അമ്മേ, എങ്ങനെയുണ്ട് അമ്മ ഈ നെക്ലസ്? എനിക്ക് ചേരുന്നുണ്ട് അമ്മേ. പിന്നെ നല്ല രസമുണ്ട് മോളെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്ത് മനോഹരമായ നെക്ലസ് ആണ്, നോക്കട്ടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കഴുത്തിൽ ഇങ്ങനെ വെച്ച് നോക്കിയാണ്. എടാ ശ്രുതി, നിനക്കപ്പോ സെലക്ട് ചെയ്യാനൊക്കെ അറിയാലേ, നീ മിടുക്കനാ. നിന്റെ വളർച്ചയാണ് മോനെ. നീ ഇനി ഒരിക്കലും തളരില്ല. നീ വളർന്നങ്ങോട്ട് പന്തലിക്കും. എൻ്റെ മോൻ നല്ല ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ തലയും കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ചിലവരുണ്ട്, എപ്പോഴും ഡ്രൈവിങ് ജോലിയായിട്ട് നടക്കുന്നവര്. അവരുടെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അത് വെള്ളത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഒഴുകി പോവാ. എന്ത് ചെയ്യാനാണ്? അതെ, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നില്ലല്ലോ. നിങ്ങളെപ്പോഴും മകനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ, എന്താ ചന്ദ്ര ഇത്? നീ എപ്പോഴും സുധിയെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പിടിച്ചു നടക്കുന്നത്. സുധിയെ നീ പൊക്കി പിടിച്ചോ പുകഴ്ത്തിക്കോ, അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് സച്ചിയെ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവനെ അവൻ്റെ പാട്ടിന് വിട്ടേര്. എന്തിനാണ് അവൻ്റെ മെക്കിട്ട് കയറാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്, എടാ മോനെ, എടാ നീ എനിക്കൊന്നും മേടിച്ചില്ലേടാ എന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ അമ്മയ്ക്ക് ഞാൻ മേടിക്കാതിരിക്കും അമ്മേ, ഉറപ്പായിട്ട് അമ്മയ്ക്ക് ഞാൻ മേടിച്ചു. അമ്മേ, ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ആ സർപ്രൈസ് കാണുമ്പോഴേ അവൻ ഞെട്ടിപ്പോകും കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ആ ഒരു സമ്മാനം നേരെ ചന്ദ്രയ്ക്ക് നേരെ നീട്ടുകയാണ്. അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴും ചന്ദ്രൻ ഞെട്ടിപ്പോയി. ചന്ദ്ര സാരിയൊക്കെ നോക്കണം. എൻ്റെ അമ്മ അടിപൊളി സാരി, എന്ത് രസമാണ്. അപ്പൊ ശ്രുതി ചോദിക്കണം, അമ്മയ്ക്ക് കളർ ഇഷ്ടപ്പെട്ടു അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ മോളെ, എനിക്ക് കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുള്ള കളർ, അയ്യോ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അമ്മേ ഇനി ഇതിന്റെ വില എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ, എടാ ഒരു 20,000 രൂപയായല്ലേ? അയ്യോ അമ്മ കറക്റ്റ്, അമ്മ ഈ സാരിയുടെ വില കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, 20,000 രൂപയെന്ന്. അപ്പോഴേക്കും ഈ സച്ചിൻ രവിയൊക്കെ ഞെട്ടിപ്പോ, 20,000 രൂപയുടെ സാരി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. രവിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, അയ്യോ ആൻറ്റി എങ്ങനെ ഈ സാരിയുടെ വിലയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ അതിനൊക്കെ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട് മോളെ. ഇതിനേക്കാളും വില കൂടിയ സാരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്.
കല്യാണത്തിന് ശേഷമൊന്നും ഇതേപോലുള്ള സാരി ഞാൻ ഉടുത്തിട്ട് പോലുമില്ല. കല്യാണത്തിന് മുമ്പും സാരിയൊക്കെ കണ്ട വിലകളൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരു വിധി സംഭവിച്ചു പോയില്ലേ. ചന്ദ്രയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഭയങ്കര ചങ്ക് തകർന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ രവി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സച്ചി ചോദിക്കുകയാണ്, എടാ നീ അച്ഛനൊന്നും മേടിച്ചില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ ഞാൻ അച്ഛനും മേടിച്ചിട്ടുണ്ട്, ഒരു സർപ്രൈസ് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ആദ്യം എടുക്കുന്നത് ഒരു വാച്ചിൻ്റെ ഇതാണ്. അപ്പോൾ സച്ചിയും അതേപോലെ തന്നെ രേവതിയൊക്കെ പറയണോ വാച്ചാണല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ചന്ദ്ര നേരെ സുധിയോട് പറയണം, നീ എന്തിനാണ് അച്ഛന് വാച്ച് മേടിച്ചത്? അങ്ങനെ ഈ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, സമയം നോക്കാൻ വേണമെങ്കിൽ ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്കിൽ നോക്കാമല്ലോ, പിന്നെ എന്തിനാ വാച്ച് മേടിച്ചത്? അദ്ദേഹം പുറത്തേക്ക് ഒന്നും പോകുന്നില്ലല്ലോ, പിന്നെ വാച്ചിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയാണ്, അതേടാ എനിക്ക് വാച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് വേലയും കൂലിയൊന്നുമില്ല, ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരിക്കല്ലേ, അപ്പം എനിക്ക് സമയം നോക്കണമെങ്കിൽ ക്ലോക്കിൽ നോക്കിയാൽ മതിയല്ലോ, പിന്നെ നീ എന്തിനാ എനിക്ക് വാച്ച് മേടിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുധി പറയാ, അയ്യോ അച്ഛാ, ഇത് അച്ഛനുള്ള വാച്ചല്ല, എനിക്കുള്ള വാച്ചാണ്. അപ്പോൾ സച്ചി പറയണേ, നിനക്കുള്ള വാച്ചോ? അതെ, എനിക്കുള്ള വാച്ചാണ്. എനിക്കെന്താ വാച്ച് പാടില്ലേ? ഈ വാച്ചിന് എത്രയാണ് വിലയാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ 600 രൂപ. പോടാ ഇവിടുന്ന്, 600 രൂപ, ഇത് കോസ്റ്റ്ലി വാച്ചാണ്. അപ്പോഴേക്കും ചന്ദ്ര അവൻ അങ്ങനെ പറയുള്ളൂ, അവരൊക്കെ തെരുവിൽ കിടക്കണ വാച്ചാണല്ലോ മേടിക്കുന്നത്, അതൊക്കെ കെട്ടിയാണ് അവരുടെ ശീലം, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയാം. ഞാനേ ഒരു ബിസിനസ് മാനാണ്, അപ്പോൾ എനിക്ക് എൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ദേ ഞാൻ കോസ്റ്റ്ലി വാച്ചൊക്കെ കെട്ടുള്ളൂ, സമയത്തിന് മൂല്യം നിർണ്ണയിക്കുന്നതാണ് ഞാൻ. എന്താടാ ബിസിനസ്മാന് ഇങ്ങനെ വാച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇനി സംസാരിക്കാം. അപ്പോഴേക്കും അമ്മേ പറ അമ്മേ, ഈ വാച്ച് എങ്ങനെയുണ്ട്? അയ്യോ എൻ്റെ പൊന്നുമോനെ, നല്ല അടിപൊളി വാച്ച്, എന്ത് രസം ഈ വാച്ച് കാണാനായിട്ട്. പറ, ഇതിന് എത്ര വിലയായിരിക്കും? അത് ഒരു 2000 രൂപ. 2000 രൂപയോ? ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ഈ വാച്ച്. എന്തൊക്കെയാ അമ്മേ പറയുന്നത്? 2000 രൂപയൊന്നുമല്ല, 51,000 രൂപയുടെ വാച്ചാ ഇത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാ. 51,000 രൂപയുടെ വാച്ചോ? ഈടാ നിനക്കെന്താ വല്ല ഭ്രാന്താണോ എന്ന് സച്ചി ചോദിക്കാണ്. എന്താടാ എനിക്കെന്നാ ഇത്രയുള്ള വാച്ച് മേടിച്ച? അച്ഛാ ഇവന്റെ റീല എന്തോ പോയിട്ടുണ്ട് കേട്ടോ, ഇവനെന്താണ് ഈ കാണിച്ചു കൂടുന്നത്? ഇവിടെ വലിയ വലിയ ബിസിനസ്സുകാർ പോലും സാധാരണ വാച്ചുകളാണ് കിട്ടുന്നത്. എന്താ അവരതിൽ സമയം നോക്കുന്നില്ലേ? അവരുടെ സമയം കറക്റ്റായിട്ടല്ലേ പോകുന്നത്? നീ മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ രേവതി, അതിൻ്റെ ഉള്ളിലേ ചിലപ്പോൾ സ്വർണത്തിന്റെ സൂചി ആയിരിക്കും സച്ചിയേട്ടാ, അതായിരിക്കും. ഇതിൻ്റെ ഉള്ളിലെ സ്വർണത്തിന്റെ സൂചിയൊന്നുമല്ല, ഇതിന്റെ ബ്രാൻഡിനാണ് വില, ബ്രാൻഡ്. ആ ബ്രാൻഡ് ഉള്ള വാച്ച് കൈ കെട്ടിയാലേ ആ കയ്യിൽ നോക്കി ആൾക്കാർ നമുക്ക് വിലയിടും. പിന്നെ കയ്യിൽ നോക്കി വിലയിടാനായിട്ട് പോകുന്നു. എടാ നീ എന്താണിത്? നീ എന്തിനാണ് ഇങ്ങനെ ദൂർത്തടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല നീ അച്ഛൻ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കാണിച്ചില്ലല്ലോ. ഓ ശരിയാണ്, ഞാൻ അച്ഛന് മേടിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പം കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സുധി അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയൊരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തോർത്തെടുക്കുകയാണ്. രവിയെ വളരെയേറെ അപമാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ സുധി അവിടെ തോർത്തെടുക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചങ്ങ് തകർന്നൊരവസ്ഥ നിൽക്കുക. ചന്ദ്രയ്ക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. രവിക്കൊരു തോർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛനിനി കുളിച്ച് തോർത്താം, അച്ഛന് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ആ തോർത്ത് രവിയുടെ തോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് സച്ചിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്താണ് ഈ കാണിച്ചത്? നിന്റെ ഭാര്യയ്ക്ക് ലക്ഷങ്ങൾ വയ്ക്കുന്ന സമ്മാനം, അമ്മയ്ക്ക് 20,000 രൂപയുടെ സാരി, അച്ഛന് നീ 50 രൂപയുടെ തോർത്താണോ മേടിച്ചു കൊടുത്തത്? സച്ചി വീട്. അവൻ അങ്ങനെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഞാനേ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഞാൻ തേഞ്ഞ് തീർന്ന ചെരുപ്പ് വരെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ആ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ സുധിയുടെ പഠനത്തിന് ഉപകരിക്കുമല്ലെന്നും പറഞ്ഞ് വിശന്നിരുന്ന് പണിയെടുത്തിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആകുമ്പോഴാ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴേ ചങ്ക് കിടന്ന് പിടയ്ക്കും. അത് ഭക്ഷണം കണ്ടിട്ടല്ല, ആ ഭക്ഷണത്തിൻ്റെ ആവി പറക്കണ കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ ചിന്തിക്കും, ആ ഭക്ഷണം കഴിക്കണ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എനിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കണ്ണ് നിറയുക.
ചന്ദ്രയ്ക്ക് പോലും അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. ശ്രുതിയാണെങ്കിൽ മഹാദുഷ്ടനായിട്ട് അവിടെ നിൽക്കുക. ശ്രുതിക്ക് പോലും അത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയായിരുന്നു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.